ഒരു യുവാവിൻ്റെ വാക്കുകളാണിത്. ഒരിക്കൽ ഞാൻ എൻ്റെ ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയുടെ കൂടെ പുറത്തുപോയി. എന്നാൽ എൻ്റെ ഭാര്യയുടെ തന്നെ നിർദ്ദേശമായിരുന്നു അത്. അവൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് നന്നായി അറിയാം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ശക്തമായി സ്നേഹിക്കുന്നുണ്ടെന്ന്, ഒന്നിച്ച് യാത്ര പോകാനും തനിച്ച് സംസാരിക്കാനും എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഒന്നിച്ചു യാത്ര പോകാനും സമയം ചിലവഴിക്കാനും എൻ്റെ ഭാര്യ എന്നെ പറഞ്ഞയച്ച ആ സ്ത്രീ മറ്റാരുമായിരുന്നില്ല. 19 വർഷമായി വിധവയായി കഴിയുന്ന സ്നേഹനിധിയായ എൻ്റെ ഉമ്മയായിരുന്നു. ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളും ജോലികളും എന്നെ എൻ്റെ ഉമ്മയിൽ നിന്ന് അകറ്റിയിരുന്നു. വല്ലപ്പോഴുമായിരുന്നു അവരെ സന്ദർശിക്കാൻ തന്നെ സമയം കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഫോൺ ചെയ്ത് രാത്രി കൂടെ വരാൻ ക്ഷണിച്ചു. ഉമ്മ ചോദിച്ചു, അതെന്താ മോനെ, നിനക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ഉമ്മ, ഉമ്മാൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകണം എന്ന ആഗ്രഹമുണ്ട്. ഉമ്മ ചോദിച്ചു, നമ്മൾ മാത്രമോ? ഞാൻ പറഞ്ഞു, അതെ. അന്നേരം ഉമ്മ പറഞ്ഞു, ഞാൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നതാണത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് ഉമ്മയുടെ അടുത്ത് ചെന്നു. ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് വാതിൽക്കൽ തന്നെ എന്നെ കാത്തിരിക്കുകയായിരുന്നു ഉമ്മ. ഉപ്പ മരിക്കുന്നതിന് മുമ്പ് വാങ്ങി നൽകിയ അവസാനത്തെ വസ്ത്രമാണത് എന്ന് തോന്നുന്നു. ഉമ്മ ഒരു മാലാഖയെപ്പോലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ കൂടെ ഞാൻ പുറത്തു പോവുകയാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ശാന്തമായ സുന്ദരമായ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയി. ഒരു രാജ്ഞിയെപ്പോലെ എൻ്റെ ഉമ്മ എൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു നടന്നു. ഒഴിഞ്ഞ ഒരിടത്ത് ഞങ്ങൾ ഇരുന്നു. ശേഷം ഞാൻ ഫുഡ് മെനു എടുത്ത് വായിക്കാൻ ആരംഭിച്ചു. ഉമ്മാക്ക് ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉണങ്ങിയ ഉരുണ്ട 2 ചുണ്ടുകൾക്കിടയിൽ വിടർന്ന ചെറുപുഞ്ചിരിയോടെ ഉമ്മ ഞാൻ വായിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, നീ കുട്ടിയായിരിക്കുമ്പോൾ ഞാനായിരുന്നു നിനക്ക് വായിച്ചു തന്നിരുന്നത്. നനഞ്ഞ കണ്ണുകളോടെ ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ തീർത്താൽ തീരാത്ത കടം വീട്ടാനുള്ള ശ്രമമാണിത്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കൂ ഉമ്മ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരുപാട് പഴയ ഓർമ്മകളും പുതിയ വിശേഷങ്ങളും പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പാതിരാ കഴിഞ്ഞിരുന്നു. ഉമ്മയെ തിരിച്ച് വീട്ടിലെത്തിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു, വീണ്ടും ഒരിക്കൽ ഇതുപോലെ പുറത്തു പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എൻ്റെ ചെലവിലായിരിക്കണം. ഞാൻ ഉമ്മയുടെ കൈകളിൽ ചുംബിച്ചു യാത്ര പറഞ്ഞിറങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് കാരണം എൻ്റെ ഉമ്മ മരണപ്പെട്ടു. ഉമ്മാക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അത് സംഭവിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനും ഉമ്മയും ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു എഴുത്ത് വന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മകനെ, ഇനിയൊരു വരവ് ഉണ്ടാവില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ഭക്ഷണം ബുക്ക് ചെയ്തിരുന്നു. 2 പേർക്കുള്ള ഭക്ഷണം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നിനക്കും നിന്റെ ഭാര്യയ്ക്കും. കാരണം ആ രാത്രി ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ച ഏറ്റവും മനോഹരമായ രാത്രിയായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് മോനെ. കഥ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാഥൻ്റെ നിശ്ചിത സമയത്ത് മാതാപിതാക്കളെല്ലാം യാത്ര പോകും. അവർ പിരിയുന്നതിന് മുമ്പ് അവരെ ചേർത്ത് പിടിക്കുക. അവർ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വഖുൽ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഇത് ഖുർആൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. ഈ പാഠങ്ങൾ മക്കൾക്കും പകർന്നു നൽകുക.